ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന തൃത്താലയിലെ തീപാറും പോരാട്ടത്തിൽ മന്ത്രി MP രാജേഷിനെ പരാജയപ്പെടുത്തി VT ബൽറാം മണ്ഡലം തിരിച്ചുപിടിച്ചു. 8385 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ബൽറാം ഉജ്ജ്വലമായ വിജയം നേടിയത്. VT ബൽറാം 76,427 വോട്ടുകൾ നേടിയപ്പോൾ മന്ത്രി MP രാജേഷിന് 68,042 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. BJP സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ 15,051 വോട്ടുകൾ നേടി. രണ്ട് മുന്നണികളുടെയും യുവനിരയിലെ കരുത്തുറ്റ നേതാക്കൾ നേർക്കുനേർ വന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ VIP മണ്ഡലമായി തൃത്താല മാറിയിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ ബൽറാമിന്റെ ഹാട്രിക് മോഹങ്ങൾ തകർത്ത് 3016 വോട്ടുകൾക്കാണ് MP രാജേഷ് തൃത്താല പിടിച്ചെടുത്തത്. എന്നാൽ അന്നത്തെ തോൽവിക്ക് ശേഷം മണ്ഡലം കേന്ദ്രീകരിച്ച് ബൽറാം നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇത്തവണ UDFന് ഗുണകരമായി. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF കാഴ്ചവെച്ച മുന്നേറ്റം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സഹായിച്ചു. കേരളത്തിൽ UDFന്റെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാനിതാ നിങ്ങളെ സാക്ഷി നിർത്തി തൃത്താലയിൽ UDFന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുകയാണ്. തൃത്താലയിൽ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല മുന്നേറ്റമാണ് ഇപ്പോൾ കൗണ്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. 4 റൗണ്ട് മുഴുവനായിട്ട് എണ്ണി തീർന്നിട്ടില്ല. എന്നാൽ പോലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായിട്ടും 14-15 റൗണ്ടുകളുണ്ട്. പക്ഷെ 4 റൗണ്ടുകളിലെ ഭൂരിപക്ഷത്തെ ആസ്പദമാക്കി തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ട്. നല്ലൊരു ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണ ഞാൻ പരാജയപ്പെട്ടതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന ഭൂരിപക്ഷത്തിൽ ഇത്തവണ UDFന് തൃത്താലയിൽ വിജയിക്കാൻ സാധിക്കും. പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയും ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. RSSന്റെ വോട്ടും സ്വാഭാവികമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ അവർക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ പക്ഷേ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തൃത്താലയിൽ UDFന് ഇത്തവണ സാധിക്കും. അത് ജനങ്ങളിലുള്ള വിശ്വാസമായിരുന്നു. 1991 മുതൽ തുടർച്ചയായി 4 തവണ ഇടതിനൊപ്പം നിന്ന തൃത്താല 2011 VT ബൽറാം UDFനായി പിടിച്ചെടുത്തത്. പിന്നീട് 2016 അദ്ദേഹം വിജയം ആവർത്തിച്ചു. ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗളശ്ശേരി, പരതൂർ, പട്ടിത്തറ, തിരുമിറ്റക്കോട്, തൃത്താല എന്നീ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF വോട്ട് തേടിയത്. എന്നാൽ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ മണ്ഡലം വീണ്ടെടുക്കുവാനുള്ള UDF നീക്കങ്ങൾ ഫലം കണ്ടതോടെ MP രാജേഷിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് പരാജയപ്പെടും തൃത്താലയിൽ എന്നുള്ളത് ആ കാര്യത്തിൽ സംശയമില്ല. അപ്പൊ വിജയിക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജയപരാജയങ്ങൾ ഉണ്ടാവും. അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിന്റെ അടയാളങ്ങൾ ആർക്കും തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പൊ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതല ഒഴിയുന്നത്. ജനവിധിയാണല്ലോ, ബാക്കി കാലം തെളിയിക്കേണ്ടതാണ്. അപ്പോ സംസ്ഥാനത്താകെയുള്ള ഒരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു ട്രെൻഡ് സംസ്ഥാനത്താകെ ഉണ്ടാവുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഇഞ്ചിനിഞ്ച് പോരാട്ടം നടന്ന തൃത്താലയിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോവില്ല. ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, തെരുവിൽ സമരമുഖത്തുണ്ടാവും. അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പോൾ വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കും അത് പറ്റില്ല. വിട്ട് UDF സ്ഥാനാർത്ഥികളായവരൊക്കെ വലിയ രീതിയിൽ ഞാൻ ബാക്കി വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല. മുന്നിലാണ് നിൽക്കുന്നത്. ഒരു പൊതു ട്രെൻഡാണല്ലോ. പൊതു ട്രെൻഡാണ്. കേരളത്തിൽ മന്ത്രിമാരൊക്കെ പരാജയപ്പെടുന്ന ആദ്യമാണോ? മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളുണ്ട്.
അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തോ ഒരു പുതിയ കാര്യം സംഭവിച്ചു എന്നുള്ള മട്ടിൽ തന്നെ കാണണം. 90-ലധികം സീറ്റ് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു എനിക്ക് trend വരാൻ ഞാൻ എൻ്റെ എല്ലാ വിശദാംശവും മനസ്സിലാക്കിയിട്ടില്ല. അത് പിന്നീട് വിശകലനം ചെയ്യേണ്ടതാണ്. You are watching VCV News.